ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഫൈനലി ഞങ്ങൾ മലേഷ്യ വിടുകയാണ്. മലേഷ്യയിൽ നിന്ന് നേരെ ഹനോയിലേക്കാണ് പോകുന്നത്, വിയറ്റ്നാം. ഇപ്പോൾ സെക്യൂരിറ്റി ചെക്കിനും എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ഇവിടെ ഏറെക്കുറെ എന്താ പറയുക, സെൽഫ് ചെക്കിനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ വേറെ വെയിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് ബാഗേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ സെൽഫ് ചെക്കിൻ ചെയ്ത് കയറുകയാണ് ചെയ്തത്. അപ്പം ഇനി ഹനോയ് വിയറ്റ്നാമിൽ വെച്ച് കാണാം. ഞങ്ങളങ്ങനെ ഹനോയ് എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ മലേഷ്യ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹനോയിൽ ടൂറിസ്റ്റ് കുറവാണ്. കാരണം നമുക്കിവിടെ വിസ ഫ്രീ കൺട്രി അല്ല, നമ്മൾ വിസ എടുത്തിട്ട് വേണം വരാൻ. അപ്പോൾ ഞങ്ങൾ വിസയൊക്കെ എടുത്തിട്ടാണ് നാട്ടിൽ നിന്ന് പുറപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ വിസ ടു ഫ്ലൈയിലാണ് വിസ എടുത്തത്. സോ ഗൈസ്, ഞങ്ങളിപ്പോൾ വിയറ്റ്നാമിലെത്തിയിരിക്കുകയാണ്. ഇനി ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുള്ളൂ. ഇമിഗ്രേഷൻ ഇതൊക്കെ ക്ലിയർ ചെയ്ത് വേണം പോകാനായിട്ട്. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇമിഗ്രേഷനിലേക്ക്. ഞങ്ങളിപ്പോൾ വിയറ്റ്നാം എയർപോർട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഇമിഗ്രേഷൻ ഭയങ്കര എളുപ്പമായിരുന്നു. എന്താണെന്നറിയില്ല, പ്രത്യേകിച്ച് വിസ ഓൺ അറൈവൽ ഈ വിസ പോലും ചോദിച്ചില്ല എന്നുള്ളതാണ്. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പാസ്പോർട്ട് മേടിച്ചു, ഒന്ന് സ്കാൻ ചെയ്തു, അപ്പോൾ തന്നെ ഇമിഗ്രേഷൻ ക്ലിയറായി. എന്നിട്ട് ഇപ്പം ഞങ്ങൾ പുറത്തെത്തി. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഞങ്ങൾ കുറച്ച് കറൻസി കൺവേർട്ട് ചെയ്തിട്ട് പോവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇതുകൾ കണ്ടായിരുന്നു, കുറച്ച് വീഡിയോസും കാര്യങ്ങളും കണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്രണ്ട്സും ഫാമിലിയും പറഞ്ഞായിരുന്നു വിയറ്റ്നാമിൽ വരുമ്പോൾ പല സൈറ്റുകളുണ്ട് ഈ വിസ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ചില ഫ്രോഡ് സൈറ്റുകളുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ വിസ എടുത്തത് ഈ ആക്കോ ആക്കോ ഇൻഷുറൻസിൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ വിസ എടുത്തത്, വിയറ്റ്നാം വിസ. അപ്പോൾ അവർക്ക് അതിലൂടെ വിസ ടു ഫ്ലൈ എന്ന് പറഞ്ഞ ഒരു സബ് ബ്രാൻഡിലാണ് അവർ വിസ ചെയ്യുന്നത്. അപ്പോൾ എക്കോ ഇൻഷുറൻസ് ഇന്ത്യയിൽ അത്യാവശ്യം ഫേമസ് ആയതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് എടുത്തത്. വിസ റേറ്റിലും കുറച്ച് കുറവ് കിട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ബാക്കിയെല്ലാവരും 5,000 രൂപ പറയുമ്പോൾ ഇവിടെ 2,750 എന്തോ ആണ് വന്നത്. അപ്പോൾ 3,000 താഴെ. അപ്പോൾ അവിടെ ഒരു 2,000 രൂപ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു അവിടെ നിന്ന് വരുമ്പോൾ. അപ്പോൾ പക്ഷേ ഞങ്ങളുടെ നിന്ന് ആകെ കൂടെ വാങ്ങിച്ചത് ഇവിടെ പാസ്പോർട്ട് വാങ്ങിച്ചു, സ്കാൻ ചെയ്തു, അപ്പോൾ തന്നെ എമിഗ്രേഷൻ സെക്യൂരിറ്റി അടിച്ചു തന്നു. അപ്പോൾ എനിക്കറിയില്ല, ചിലപ്പോൾ പാസ്പോർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണമല്ലോ വിസ എടുക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലായിരിക്കും അവർക്ക് വിസ പാസ്പോർട്ട് നമ്പർ മാത്രം അടിച്ചാൽ മതിയായിരിക്കും നമുക്ക് വാലിഡ് വിസയാണെന്ന് അറിയാൻ. അപ്പോൾ അത് ഒരു ഇഷ്യൂ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് തന്നെ ഈ വിസ ടു ഫ്ലൈയിൽ അവർക്ക് ധാരാളം കൺട്രീസിലേക്കുള്ള ഈ വിസ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വെബ്സൈറ്റാണ്, അപ്പോൾ ജെന്യുവിനാണ്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ വിയറ്റെൽ എന്ന് പറഞ്ഞുള്ള ഒരു സിം കാർഡാണ് ഞാൻ നോക്കി വെച്ചിരിക്കുന്നത്. എനിക്കറിയില്ല എത്രയാണ് പ്രൈസും കാര്യങ്ങളൊന്നും. പിന്നെ ഇവിടെ നമ്മളുടെ നാട്ടിലെ 1 രൂപ ഇവിടുത്തെ 290 രൂപ ഡോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺവേർഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ ചെയ്യാനതിന് മുന്നേ കുറച്ച് റെസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ മലേഷ്യ പോയപ്പോൾ അവിടെ ഹോട്ടലിൽ 2 PM ചെക്കിൻ പോലെ തന്നെ ഇവിടെയും അതെ 2 PM ആണ് ചെക്കിൻ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സമയമുണ്ട്. നമ്മൾ ഇവിടുത്തെ ഒരു 8 മണി ആയപ്പോൾ എത്തി. ഇപ്പോൾ 8:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സമയമുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം നോക്കി
എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കി ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വിയറ്റ്നാം നൂഡിൽസാണ്. ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് വിയറ്റ്നാം ഫുഡ്. ഇവിടെ എയർപോർട്ടിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ സിം എടുത്തത് തന്നെ ആദ്യം ഒരാൾ 1000 രൂപയ്ക്കാണ് സിം വന്നത്. അതിൽ നമ്പറില്ല, ആകെ ഡേറ്റ മാത്രം. അത് എനിക്ക് അത്ര ഒരു സുഖമായിട്ട് തോന്നിയില്ല ഇവിടുത്തെ സിം എടുക്കലും കറൻസി എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ 2 സ്ഥലത്തായിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ സിം ഒരാൾ ആദ്യം തന്ന ആൾ ഏറ്റവും ഡൗൺ ഫ്ലോറിലായിരുന്നു. അപ്പോൾ അയാൾ 1000 രൂപയ്ക്കാണ്, നമ്മളുടെ അവിടുത്തെ 1000 രൂപയ്ക്കാണ് സിം തന്നത്. അതേസമയം ഞാൻ മുകളിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ സിം നമുക്ക് ഒരു 700 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് വാങ്ങിച്ച 1000 രൂപയുടെ സിമ്മിൽ VTL എന്ന് പറഞ്ഞിട്ടുള്ള സിമ്മാണ്. അപ്പോൾ ഈ VTL എന്ന് പറഞ്ഞ സിമ്മിൽ ആണെങ്കിൽ ജസ്റ്റ് ഇൻ്റർനെറ്റ് മാത്രമേ ഉള്ളൂ, 4 GB ഡേറ്റ പെർ ഡേ, അല്ലാതെ നമ്പറില്ല. പിന്നീടാണ് ഞങ്ങൾക്ക് അത് മനസ്സിലായത് നമ്പറിലാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സിം എടുത്തത് വിയന്ന ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെയാണ്. അവരുടെ 700 രൂപയാണ്. അത് സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ നമ്മൾ അറൈവൽ കഴിഞ്ഞ് തൊട്ട് മുകളിലുള്ള ഫ്ലോർ, അല്ല സെക്കൻഡില്ല, ഫസ്റ്റ് ഫ്ലോറിൽ. അപ്പോൾ വിയന്ന ഫോണാണ് കുറച്ചുകൂടെ ലാഭകരം. അതിലാണെങ്കിൽ എനിക്ക് 3 GB ഡേറ്റ പെർ ഡേയും കിട്ടി, ഒരു 50 മിനിറ്റ്സ് ലോക്കൽ കോളും കിട്ടി. അത് കഴിഞ്ഞിപ്പോൾ ഒരു സ്മൂതിയും ഒരു നൂഡിൽസുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ സ്മൂതി നൂഡിൽസും കൂടെ ഏകദേശം ഒരു 270 വിയറ്റ്നാമീസ് 270 into 1000 2,70,000 വിയറ്റ്നാമീസ് ഡോങ് ആണ് ആയത്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മളുടെ നാട്ടിലൊരു 1000 രൂപ വരെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇനി എങ്ങനെയാണ് ലോക്കലി എന്നറിയില്ല. പിന്നെ ഇവിടെ നിന്ന് പോവാനായിട്ടും ഏകദേശം ഒരു 3 ലക്ഷമാണ് വേണ്ടത് ഹാനോയിലേക്ക് പോകാൻ, ടാക്സിയിൽ പോകണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ബസ് എന്തെങ്കിലും നോക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു. മലേഷ്യയിലെ അപേക്ഷിച്ച് ഫുഡ് ക്വാണ്ടിറ്റി വൈസ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അത്യാവശ്യം വലിയൊരു ബൗളിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കാര്യങ്ങളൊക്കെ. മലേഷ്യയിലാകുമ്പോൾ ചെറിയ ബൗൾസ് ആയിരിക്കും, പക്ഷേ എന്താ പറയുക, പൈസ അതിനനുസരിച്ചുണ്ട്. ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്നുള്ള ബസ്സിലാണ് കയറിയിരിക്കുന്നത് ഹാനോയിലേക്ക്. അപ്പോൾ ഇവിടുത്തെ ബസ് നമ്പർ 86 കയറിയാൽ മതി. 86 ഉണ്ട്, 17 ഉണ്ട്, പിന്നെ 90 ഉണ്ട്, അങ്ങനെ പലതരം ബസ്സുകളുണ്ട്. അല്ല 86 ഡയറക്റ്റ് ബസ്സാണ്. 1 hour ഹാനോയ് സിറ്റിയിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതിന് വന്ന ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 90,000 ആണ്. 90,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ 300 രൂപ. അപ്പോൾ ഒരാൾക്ക് 150 വെച്ചിട്ടാണ് വരുന്നത്. എന്നാൽ ടാക്സിയിൽ പോവുകയാണെങ്കിൽ 900 ആണ് മേടിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇവിടുത്തെ ഒരു 300,000 അല്ല 3 lakh വരുന്നത്. അപ്പോൾ ചീപ്പർ ബസ്സാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വന്നിറങ്ങിയ ഹാനോയ് എയർപോർട്ട്, അല്ലെങ്കിൽ നോയ് ബാ എയർപോർട്ട്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും വിയറ്റ്നാമീസ് ഭാഷയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസ്ലേറ്റർ എന്നുള്ളത് അത്യാവശ്യ കാര്യമാണ്. എന്തെങ്കിലും വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ട്രാൻസ്ലേറ്റർ വേണം. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാവരും വിയറ്റ്നാമീസ് ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടും നമുക്ക് ട്രാൻസ്ലേറ്റർ ഇവിടെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മലേഷ്യയിൽ നമുക്കിതിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാവർക്കും ഇംഗ്ലീഷും തമിഴും ഒക്കെ അറിയായിരുന്നു.
അതുകൊണ്ട് അത്ര ആവശ്യം വന്നില്ല. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ തന്നെയാണ് കണ്ടക്ടറും ഡ്രൈവറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അയാൾ ആദ്യം എല്ലാവരുടെയും ടിക്കറ്റ് കൊടുത്ത് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ പോകുന്ന ബസ്സിന് വേറെ സ്റ്റോപ്പുകളും കാര്യങ്ങളൊന്നുമില്ല, നേരെ ഹനോയ് സിറ്റിയിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ വിയറ്റ്നാമിൽ ഞങ്ങളുടെ ഹോട്ടലിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇതൊരു സ്ട്രീറ്റാണ്, നല്ല രസമായിട്ട് ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ ട്രെയിൻ സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്ത് നമുക്കിനി അത്യാവശ്യം ദിവസം ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം. എൻട്രൻസും കാര്യങ്ങളൊക്കെ ഇച്ചിരി ചെറുതാണെങ്കിലും റൂം അത്യാവശ്യം നല്ലതാണ്. പിന്നെ നമുക്ക് മറ്റ് ഇവിടെയൊന്നും പ്രൊവൈഡ് ചെയ്യാത്ത പോലെ ഇവിടെ സ്ലിപ്പർ എല്ലാം വെള്ളം എല്ലായിടത്തും കിട്ടാറുണ്ട്. പിന്നെ എല്ലാ സെറ്റ് അടക്കം ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ നല്ല എൻവയൺമെൻ്റാണ്. താഴെ തന്നെ നമ്മുടെ ട്രെയിൻ സിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ ഹോട്ടലിൻ്റെ പേര് മെമ്മറി ലെജൻസ് എന്നാണ്. മെമ്മറി ലെജൻസ് ഹോട്ടൽ. മലേഷ്യയിൽ നമ്മൾ ഇപ്പോൾ 2 മണിയായിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഞങ്ങൾ 1:30-ക്ക് എത്തി. എന്നിട്ട് അവർ വേറെ ഒന്നും ചോദിച്ചില്ല, ജസ്റ്റ് കീ ഒക്കെ എടുത്ത് തന്ന് ഭയങ്കര നല്ല വെൽക്കമിങ് സാധനമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇംപ്രഷൻ കൊള്ളാം. ഈ റൂമും അത്യാവശ്യം നല്ലതാണ്. അതേസമയം ഇവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റവും കുറച്ചുകൂടെ നല്ലതാണ്. ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്.